ഇന്നെൻ്റെ പിറന്നാളായിരുന്നു. അപ്പം ഞാൻ രാവിലെ അമ്പലത്തിൽ പോയി. എൻ്റെ ജന്മദിനമായിരുന്നു ഇന്ന് എൻ്റെ. അപ്പം പ്രസാദം അച്ഛന് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നേ. ഹായ്, അച്ഛൻ കുളിച്ച് സെറ്റായി. അപ്പോൾ ഇവിടെ ഇരിക്കേ, ഞാൻ പ്രസാദം എടുത്തുകൊണ്ട് തരാം. കുറി ഇട്ടെ, അച്ഛൻ്റെ കുറി അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൽ കുളിച്ച് കുട്ടപ്പനായി. നമുക്ക് കഴിക്കാം കേട്ടോ. ഇത് കുളിപ്പിച്ച കുളിച്ചു. നല്ല ചൂടല്ലേ ഇന്ന്, ചൂടുവെള്ളത്തില്ല തണുത്തുള്ളത്തിൽ കുളിച്ചു. നമ്മുടെ ഈ ഫോണിനകത്തൊരു വര വീഴും. അത് അറിയാൻ വയ്യ, എന്തോ കംപ്ലൈൻറ്റ് പറ്റിയതാണ്. ഒരു വര ഇങ്ങനെ വന്ന് വീഴും. അച്ഛനെ ചോറ്, ചമ്മന്തി, തൈര്, ഉണക്കമീൻ, മാങ്ങ, മെഴുക്കുവരട്ടി. ഞാൻ ചോദിച്ചു നമ്മുടെ ഫോൺ കംപ്ലൈൻ്റ് അയച്ചാൽ ഈ ക്യാമറക്കകത്തൊരു വര. അത് പക്ഷേ ബാക്കിൽ ക്യാമറ മാത്രമേ ഉള്ളൂ, ഫ്രണ്ട് ക്യാമറയ്ക്ക് വര വീഴുന്നില്ല. ഇത് അപ്ഡേഷനാണെന്ന് വെച്ചാൽ ഞാൻ വിവോയുടെ ഓഫീസിൽ കൊണ്ട് കൊടുത്തു. പക്ഷേ അതല്ല, ക്യാമറ ഏതോ ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് വെച്ച് എടുത്തതിൻ്റെ പ്രശ്നമാണ് പറഞ്ഞു. എന്താ വെച്ചാൽ ഇവിടെ ഇരിക്കും. എന്താ വെച്ചാൽ അച്ഛൻ കഴിച്ചിട്ട് നമുക്ക് കൊടുക്കാം. ധൈര്യമായിട്ട് എടുക്കണം. ഇതെൻ്റെ പിറന്നാളാണ് കേട്ടോ. വലിയ സദ്യ ഒന്നുമില്ല. തൈരുണ്ട്. തൈര് ഒഴിക്കുവാണേ. തൈര് ഒഴിച്ചിട്ടുണ്ട്. സാർ കഴിച്ചോട്ടെ. രാവിലെ അമ്പലത്തിൽ പോയി, വേറെ ഒന്നുമില്ല. അമ്പലത്തിൽ പോയി പിന്നെ നേരെ ചോറും വേറെ കൂട്ടാനൊന്നുമില്ല. ഇത് മതി. ഉണക്കമീനും ഏത്തക്കായും ഉരുളക്കിഴങ്ങും മെഴുക്കുവരട്ടി, മോര്. ഇല്ല ചാ, ഇതാണ് ഞങ്ങളുടെ ഇത്. അച്ഛൻ കുളിച്ചു, അമ്പലത്തിൽ പോയി ചന്ദനമൊക്കെ ഇട്ട് കൊടുത്തു. ആ വര കുറച്ച് സമയത്തേ വരത്തുള്ളൂ കേട്ടോ. ആദ്യമേ ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ വരത്തില്ല. വീഴും. ഇപ്പം വര വീഴുന്നില്ല. ആദ്യം ഒരു വര പോലെ ഇങ്ങനെ വീഴും, പിന്നെ അങ്ങ് മാറും. എന്ത് ചെയ്യും അത്? RC അത് വലിയ പൈസയാവും. അതുകൊണ്ട് അതിന് മാറ്റി കഴിഞ്ഞാലും ശരിയാകത്തില്ല. അപ്പം ഈ ഫോൺ ഇങ്ങനെ അങ്ങ് പോട്ടു. ഇത് മാക്സിമം അങ്ങ് ഓടിക്കാം. ഇന്ന് കുറച്ച് മാങ്ങ ഇട്ടു. പക്ഷെ മാങ്ങ നല്ല വിളഞ്ഞ ഒരു പഴുത്തേൻ്റെത് പോലായി, മധുരം വെച്ച്. പിന്നെ അത് ഉള്ളത് അരിഞ്ഞിട്ട് ഇനി കുറച്ചുകൂടി ഇടാറുണ്ട്. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ടൊരു പ്രോഗ്രാം ഉണ്ട് എനിക്ക്. തലേപൂരത്തൊരു സ്കൂളിന് ഇനാഗുറേഷൻ ഉണ്ട്. അത് വൈകിട്ട് 5 മണിക്ക്. ഇനി അതിന് പോകണം. RC ഈ ഉണക്കമീൻ എടുത്ത് കഴിക്കണം, ഈ മെഴുക്കുവരട്ടി കഴിക്കണം കേട്ടോ. എന്തുവാ രണ്ടും കഴിക്കണം. എല്ലാം കഴിക്കണം കേട്ടോ. കഴിക്കാതിരിക്കില്ല കേട്ടോ. ഇന്ന് ഒരുപാട് കൂട്ടുകാർ എനിക്ക് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ അയച്ചു. എല്ലാ കൂട്ടുകാർക്കും വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തു കേട്ടോ. ഞാൻ പിന്നെ എല്ലാവരും കമൻ്റ് ഇടാൻ പറ്റില്ല, കാരണം ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയി. പിന്നെ കുറച്ച് പണിയുണ്ടായിരുന്നു. ഫേസ്ബുക്കിനകത്ത് നോക്കിയില്ല. രാവിലെ നോക്കിയപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി ഒന്നും വായിക്കാൻ പറ്റിയില്ല. നീ ഉച്ചയ്ക്ക് ശേഷം ഒരു സമയത്തിന് വായിക്കണം. ശരി, ഇതും കൂടെ എടുത്ത് കഴിച്ചോട്ടെ. ആണിത് കേട്ടോ. ആ വര ആദ്യം കുറച്ചു നേരം വീഴും, പിന്നെ അങ്ങ് മാറും കേട്ടോ. എൻ്റെ ഫോണിനകത്തൊരു വര അയച്ച ക്യാമറയ്ക്കകത്ത്. എവിടെ? ഫോണിന്റെ ക്യാമറയിലേ ഒരു വര ഇങ്ങനെ വീഴുന്നു. ആണോ? ഓ അത് ശരി. പക്ഷേ അത് മാത്രമായിട്ടുള്ള അതെന്തോ പറ്റിയെന്ന് അറിയത്തില്ല. നമുക്കത് പുതിയൊരു ഫോൺ ഇപ്പം എന്തായാലും മേടിക്കാൻ പറ്റത്തില്ല. പിന്നെ മേടിക്കാം. ഞാൻ നോക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത RC നോക്കിയായിരുന്നു അന്നേരം. ചുമ്മാ കള്ളത്തരം പറയുന്നുണ്ട്. ഒട്ടി വിടുവാണ്. അവരുടെ തന്നെ കുറച്ച് ആൾക്കാരുടെ കഴിക്കും. ചെയ്തുകൂടെ എടുത്ത് കഴിക്കും. ഇതൊക്കെ എടുത്ത് കഴിക്കും. ഞാൻ പിന്നെ ലാസ്റ്റ് എടുത്ത് കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ എടുത്ത് എടുത്താട്ടെ. ഞാൻ ഇതെല്ലാം അടുത്തോട്ട് എടുത്ത് വെച്ചില്ലെങ്കിൽ അച്ഛൻ കഴിക്കത്തില്ല. അതെ, അത് മാങ്ങ ഇന്ന് കൊണ്ടുവന്ന് മാങ്ങയാണ്.
പുല്ലിലോ നീലാല കാലെ പുല്ലിലോ. അല്ലാണ്ട് ഇപ്പം ഒരു കോള് വന്നായിരുന്നു. കോള് വന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഈ ലൈൻ വരുന്നുണ്ട് കേട്ടാ. ചോ ഈ കോള് വന്നിട്ട് എടുക്കുമ്പോൾ ഈ ലൈൻ വരും. ഇനിയിപ്പോൾ വീണ്ടും കുറച്ച് നേരം കഴിയുമ്പോൾ മാറുമെന്ന് തോന്നുന്നു. കഴിക്കും, അതെല്ലാം കഴിക്കും, എല്ലാം കഴിക്കണം. അങ്ങനെ ഓക്കെ, അച്ഛൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ അച്ഛാ, കഴിക്കും. ഓക്കെ, പിന്നെ എൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് എനിക്ക് ആശംസ നേർന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അച്ഛാ ഓക്കെ അച്ഛാ. ഇന്നെൻ്റെ പിറന്നാളാണ് കേട്ടോ. എന്തുവാ, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ അല്ല, എൻ്റെ ജന്മദിനമാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അച്ഛൻ കഴിക്കും. ഓക്കെ.